ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദൻസാസ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വൈകുന്നേരത്തെ ചായക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് നല്ല മധുരമുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് അധികം ടൈമൊന്നും ആവശ്യമില്ല, അതുപോലെ അധികം ഇൻഗ്രീഡിയൻസും ആവശ്യമില്ല. വെറും 3 ചേരുവകൾ മാത്രമേ നമുക്ക് ഇതിന് ആവശ്യമുള്ളൂ. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ബ്രെഡും തേങ്ങയും പഞ്ചസാരയും മാത്രമേ വേണ്ടൂ. അപ്പോൾ നമ്മൾ വൈകുന്നേരം കുട്ടികൾക്കൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് അവർക്ക് ചായക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കണമല്ലോ. അപ്പോൾ ആ ഒരു ബ്രെഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാൻ പാടില്ല. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കാൻ പാടില്ല. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാക്കറ്റ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പാക്കറ്റ് മുഴുവനായിട്ടൊന്നും നമുക്ക് വേണ്ട. അപ്പോൾ മിൽക്ക് ബ്രെഡാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, മിൽക്ക് ബ്രെഡ് ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്, ചെറിയൊരു മധുരവും അതിനുണ്ടാകും. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഏത് ബ്രെഡാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു 5-8 പീസ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അത്രയും ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എത്ര അളവ് വേണോ അത്രയും ബ്രെഡ് നിങ്ങൾക്ക് എടുക്കാം. അതുപോലെ ഇതിൻ്റെ സൈഡൊന്നും കട്ട് ചെയ്ത് കളയുന്നൊന്നുമില്ല, മുഴുവനായിട്ടും ഇതെടുക്കുന്നുണ്ട്. അതുപോലെ ഞാനിവിടെ തേങ്ങ ചിരവിയതും എടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ ചിരവിയത് നമുക്കൊരു 3/4 കപ്പ് മാത്രമേ വേണ്ടൂ. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങ നല്ല ഇഷ്ടമാണെങ്കിൽ 1 കപ്പ് ഫുള്ളായിട്ട് എടുക്കാം. അതുപോലെ നമുക്കിത് മധുരം അധികം ആവശ്യമൊന്നുമില്ല, ഇത്തിരി പഞ്ചസാര മാത്രമേ ഇതിൽ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്കൊരു മിക്സീൻ്റെ ജാർ എടുത്തിട്ട് ബ്രെഡ് ഓരോ കഷ്ണങ്ങളായിട്ട് കൈകൊണ്ട് തന്നെ നമുക്കിങ്ങനെ മുറിച്ചിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കത്തി വേണമെങ്കിൽ അല്ലെങ്കിൽ സിസറൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ മിക്സീൻ്റെ ജാറിലിട്ടതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഫൈനായിട്ടല്ല, കുറച്ച് തരിതരിപ്പായിട്ട് തന്നെയാണ് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ബ്രെഡ് ക്രംസൊക്കെ ഉണ്ടാക്കുന്നതാണെന്ന് നിങ്ങൾക്കറിയാം. ആ ബ്രെഡ് ക്രംസൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ അത്രയും ഫൈനായിട്ട് വേണ്ട, ഈ ഒരു ഇതിലാണ് നമ്മൾ പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ പൊടിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണ്ട, അപ്പോൾ നമുക്ക് അടിക്കാൻ ബുദ്ധിമുട്ടാകും. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ബ്രെഡ് ആവശ്യമാണോ അതനുസരിച്ച് 2 ബാച്ചായിട്ട് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ സെക്കൻഡ് ബാച്ച് ഞാനിതുപോലെ ബ്രെഡ് ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതും കൂടി ഒന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ രണ്ടാമത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിലേക്ക് തന്നെ മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് അധികം പണിയൊന്നുമില്ല, ബാക്കിയുള്ള തേങ്ങയും പിന്നെ പഞ്ചസാരയും ചേർക്കുക മാത്രമേ വേണ്ടൂ. അതുപോലെ സൈഡ് നമ്മൾ ബ്രെഡിൻ്റെ സൈഡ് എടുക്കാതിരിക്കാൻ മറക്കാൻ പാടില്ല. കാരണം ആ സൈഡ് എടുക്കുമ്പോഴാണ് ഇതിന് ഒരു കളർ കിട്ടുന്നത്, ആ ഒരു ബ്രൗൺ കളർ കിട്ടുന്നത്. അപ്പോൾ വൈറ്റ് മാത്രം എടുക്കുന്നതാണെങ്കിൽ ആ ഒരു വൈറ്റ് കളറില്ലാന്ന് നിൽക്കുക. അപ്പോൾ ഇതും കൂടി ആകുമ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ നമ്മൾ തേങ്ങ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാര ഞാൻ കുറച്ച് മാത്രമായിട്ട് ചേർക്കുന്നുള്ളൂ. ആദ്യം ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് പകുതി മാത്രമേ ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ട് ആ തേങ്ങയും ബ്രെഡ് പൊടിച്ചതും പിന്നെ പഞ്ചസാരയൊക്കെ ഇതുപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാത്രമേ ചേർക്കാവൂ. അധികം മധുരം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ 1/4 കപ്പ് എടുത്തതിൽ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ, അത് ബാക്കിയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ പകുതി മാത്രമേ ചേർത്തിട്ടുള്ളൂ. കാരണം നമുക്ക് ബ്രെഡിനും കുറച്ച് മധുരം ഉണ്ടാവും, അതുപോലെ തേങ്ങക്കും കുറച്ച് മധുരം ഉണ്ടാവും. അതുകൊണ്ട് അധികം മധുരത്തിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. പിന്നെ നമുക്ക് പഞ്ചസാര അധികം ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അധികം മധുരമാകുമ്പം. അപ്പോൾ നമുക്കിനി ഇത് ഓരോന്നും ഇങ്ങനെ ബോളുകളാക്കി എടുക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനൊരു കറുത്ത മുന്തിരി വെച്ച് കൊടുത്തിട്ടുണ്ട്, അതും കാണാനൊരു ഭംഗിക്കാണ്. അതുപോലെ നമ്മൾ കഴിക്കുന്ന സമയത്ത് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുപോലെ ഇത് ബോളുകളാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഇതുപോലെ നമുക്ക് സ്പൂൺ വെച്ചിട്ട് കോരി കഴിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏതാ താല്പര്യം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. ഇതുപോലെ ഇങ്ങനെ ഉണ്ടകളാക്കി വെക്കുമ്പോൾ നമുക്കിത് ഓരോന്നെടുത്ത് കഴിക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരു പ്രത്യേക ഇഷ്ടം ഉണ്ടാവും ഇതിങ്ങനെ കഴിക്കുമ്പോൾ. അപ്പോൾ എല്ലാ ബോളുകളും ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ എനിക്ക് 10 എണ്ണമാണ് കിട്ടിയത്. അപ്പോൾ ഇത് നമുക്കൊന്ന് കഴിച്ച് നോക്കാം. അപ്പോൾ അത്രയും ടേസ്റ്റ് ആയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. നമ്മൾ കുറച്ച് ചേരുവകൾ വെച്ച് മാത്രം ചെയ്യുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് വെറും 1-2 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അതുപോലെ ഇതിൽ നിങ്ങൾ കുഴക്കുന്ന സമയത്ത് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു ഇൻഗ്രീഡിയൻസ് നമ്മൾ വേറെ ഇതിൽ ചേർക്കുന്നില്ല, വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിലുള്ളൂ. പിന്നെ നമുക്ക് ഉണ്ടയാക്കി എടുക്കാനും പറ്റും, കാരണം നമ്മൾ ഇതിൽ തേങ്ങ ചേർത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പഞ്ചസാരയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ബോളുകളാക്കി എടുക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക, കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. അതുപോലെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കാൻ പാടില്ല. നമുക്കിനി അടുത്ത വീഡിയോയിൽ പുതിയൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്